ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ ഫ്രിഡ്ജ് മൊത്തത്തിൽ കുളമായിട്ട് കിടക്കുക. ഇപ്പോൾ ഒരു ജ്യൂസും കൂടി കമന്ന് വീണ് ആകെ കുളമായിട്ട് കിടക്കുക. അപ്പം ഞാൻ എങ്ങനെയാണ് ഫ്രിഡ്ജ് സൂക്ഷിക്കണേ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ പോണേന്ന് നിങ്ങളതൊരു വീഡിയോ രൂപത്തിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം എൻ്റെ ഫ്രിഡ്ജ് ഫസ്റ്റ് എങ്ങനെ കിടക്കണേന്ന് കാണാം. എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം എങ്ങനെയാവുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഞാൻ പച്ചക്കറി എല്ലാം എടുത്ത് കൊണ്ട് മാറ്റി അതിനായിട്ട് ഞാനൊരു മുറ എടുക്കുന്നുണ്ട്. ഈ മുറത്തിലേക്ക് നമുക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ മാറ്റാം. ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടയെല്ലാം പോയിട്ടിട്ട് അപ്പോൾ നമുക്കതെല്ലാം വാങ്ങിക്കാം. അവിടെ പിന്നെ തുടങ്ങാം. തുടയ്ക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇത് ഈ ട്രൈ കൂടി നമുക്ക് കഴുകാം. ഫ്രിഡ്ജ് കഴുകി വെളുപ്പിക്കാൻ പോണേ നിങ്ങൾക്ക് കാണിച്ച്. ഞാൻ ഈ സ്ക്രബ്ബർ അധികം എടുക്കത്തില്ല കേട്ടോ, ഇത്തിരി എടുക്കുള്ളൂ. ഇത്തിരി സ്ക്രബ്ബർ അതിലേക്ക് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു നാരങ്ങ വെച്ച് എന്തെങ്കിലും മണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ പോകും. ഞാനൊരു വർഷം നാരങ്ങ നീരും കൂടി ആയിട്ട് ഒഴിക്കുന്നത്. നമ്മുടെ ഫ്രിഡ്ജ് നല്ല പളപ്പളാന്ന് വെളുക്കുകയും ചെയ്യും, തുരുമ്പെടുക്കുകയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണം. ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഫ്രിഡ്ജ് ഇങ്ങനെയാണ് തേച്ച് ചെയ്യുന്നത്. നമുക്ക് ഇത് വെച്ച് കഴുകിയെടുക്കാം. ഫ്രിഡ്ജ് എന്താ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തേക്കാൻ മതി. നമുക്ക് തേച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ സൈഡ് എന്താ വൃത്തിയാക്കാത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ സൈഡ് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം തൊടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം മേടിച്ച ഫ്രിഡ്ജ് പോലെ ഉണ്ട് കേട്ടോ. എൻ്റെ ആയോട്ട് ഞാൻ വൃത്തിയാക്കിയോണ്ട് ഇപ്പം വശം എന്ന് പറയുന്നതല്ല. വെള്ളൊക്കെ ഉണ്ട്.
ഇതാണ് ഫൈനൽ ലുക്ക് എൻ്റെ ഫ്രിഡ്ജിൻ്റെ. കണ്ടോളൂ എൻ്റെ ഫൈനൽ ലുക്ക് ഫ്രിഡ്ജിൻ്റെ. ഫ്രിഡ്ജ് സൂപ്പറായോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നല്ല ഹെൽപ്ഫുൾ വീഡിയോ കേട്ടോ. ഇതെല്ലാവരും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതല്ല ഫ്രിഡ്ജ് നമുക്കിനി ഓണാക്കാം.